കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ നടപടിയെ തുടർന്ന് സംസ്ഥാനത്തെ ധനവിനിമയ മേഖല പ്രതിസന്ധിയിൽ. വേണ്ട മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് സർക്കാർ നോട്ട് അസാധുവാക്കൽ തീരുമാനം അടിച്ചേൽപ്പിച്ചതെന്ന ഭൂരിഭാഗങ്ങളുടെയും അഭിപ്രായം. മലപ്പുറം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. 500, 1000 രൂപ നോട്ടുകൾ കേന്ദ്ര സർക്കാർ അസാധുവാക്കിയിട്ട് ഇന്നേക്ക് 12 ദിവസം പൂർത്തിയാകുന്നു. അപ്രതീക്ഷിതമായുണ്ടായ സർക്കാർ തീരുമാനം സംസ്ഥാനത്തിന്റെ ധനവിനിമയ മേഖലയിൽ ഉണ്ടാക്കിയ ആഘാതമെന്ത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ 12 ദിവസം മുമ്പുണ്ടായതിനായിട്ടും പകുതി കച്ചവടമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും വരുന്നവരൊക്കെ 2000 റുപ്യ അല്ലെങ്കിൽ 500 റുപ്യ അങ്ങനെ കയറ്റാണ്. അതുകൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നോട്ട് നിരോധനം വന്നിട്ട് ഏകദേശം ഇപ്പോൾ 60% ആൾക്കാർ ഇപ്പോൾ കയറുന്നില്ല വണ്ടിയിൽ. വെറുതെ രാവിലെ വന്ന് ഇവിടെ വണ്ടി ഇടുക, വൈകുന്നേരം എടുത്ത് പോവുക. ഇലക്ട്രോണിക് മേഖല വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഏകദേശം ഒരു 60% മേലെ തന്നെ വളരെ നഷ്ടത്തിൽ തന്നെയാണ്. അതായത് ബിസിനസ്സിൽ ഞങ്ങൾ 50% ഇതാണ് കച്ചവടം. ബിസിനസ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഓരോ ദിവസം ചോറും കുറഞ്ഞു വരിക. കച്ചവടം 3000 റുപ്യൻ്റെ കച്ചവടം ഇപ്പോൾ 1000 ആയിട്ടുണ്ട്. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എല്ലാവരും 500 നോട്ട് തരില്ല. അതിന് വേണ്ടി ചില്ലറ കൊടുക്കാൻ നമ്മളൊക്കെ ഇല്ല. ഇത് 2000 ചില്ലറ കൊടുക്കണം. അതിനൊന്നും മോശമാണ്. സംഘങ്ങളിൽ പൈസ വന്നിട്ടുണ്ട്, മിൽമ കൊടുക്കുന്ന പൈസ സംഘങ്ങളിൽ വന്നിട്ടുണ്ട്. കർഷകർക്ക് അത് മാറി കൊടുക്കാൻ കഴിയാത്തവരാണ്. കർഷകർ വളരെ വലയുകയാണ്. അപ്പം ഞങ്ങൾ അതിനൊരു പരിധിവരെ പരിഹാരം എന്ന് പറയുന്നത് അക്കൗണ്ടുള്ള കർഷകരെ രാഷ്ട്രീയ ബാങ്കിൽ അക്കൗണ്ടുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നൊരു തീരുമാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിന് ഒരു പ്രതിസന്ധി. സാധാരണ കർഷകരാണ്, അവർക്ക് ഈ ബാങ്ക് ഓപ്പറേഷൻ നന്നായി അറിയാവുന്നവരാണ്. പലരും ATM കാർഡ് ഉള്ളവരാണ്. അപ്പം അവർക്കും ഉള്ള ബുദ്ധിമുട്ട് അവരുടെ അക്കൗണ്ടിൽ വന്നാൽ പോലും കൃത്യസമയത്ത് പോയി എടുക്കാൻ നിർവാഹമില്ല. അവിടെയും വലിയ ക്യൂ ആണ്. നോട്ട് നിരോധനം മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇവർക്കില്ല. ഇനി ഈ ദിവസങ്ങളിലുണ്ടായ സാമ്പത്തിക നഷ്ടം നികത്താനുള്ള പെടാപ്പാടിലാകും സംസ്ഥാനം. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.